ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ പലഹാരമായിട്ടുള്ള അരിയുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിതെങ്ങനെ നല്ല രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതായത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ചോറ് വെക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ അരി ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്നും വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ അതുവരെ ഇത് വിടിരിക്കട്ടെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അരിയിൽ നിന്നും വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരി ഒന്ന് വറുത്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങ് വറുത്തിട്ടെടുക്കാം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തിട്ട് വേണം വറുത്തിട്ടെടുക്കാൻ. എല്ലാ അരിയും ഒരുപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കരിഞ്ഞൊന്നും പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അരിയുണ്ടയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അത് ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. ഇങ്ങനെ പൊട്ടി പൊട്ടി പൊരിഞ്ഞ് വരും. അതുവരെ വേണം നമ്മൾ വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അരി ഇവിടെ പാകത്തിന് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊന്ന് പൊട്ടി പൊരിഞ്ഞും കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. ഈ ഒരു പാനിൽ വെക്കരുത്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഈ പാനിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചുകൂടി ഒന്ന് മൂത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് കപ്പലണ്ടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടി ആയതുകൊണ്ടാണ് ചൂടാക്കിയിട്ടെടുക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്ത കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. കപ്പലണ്ടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് അത് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ചുകൂടി ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ കപ്പലണ്ടി ഇവിടെ നിന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇതിൻ്റെ ആ വെള്ളം നനവ് നന്നായിട്ട് മാറണം. അതുവരെ വറുത്തിട്ടെടുക്കാം. കളറൊക്കെ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ചേഞ്ച് ആവും. അത് കാര്യമാക്കണ്ട. എന്തായാലും നന്നായിട്ട് തന്നെ വറുത്തിട്ടെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അധികം നാളിരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പോൾ തേങ്ങ നന്നായിട്ട് തന്നെ വറുത്തിട്ടെടുക്കണേ. അപ്പോൾ ഇതാ തേങ്ങയും ഞാനിവിടെ നന്നായിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വെള്ളം തന്നെ ഒക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇത് ഒന്നെടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി ശർക്കര ചീകിയതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത്രയും വെള്ളമൊക്കെ മതിയാവും. അതുപോലെ തന്നെ ശർക്കരേൻ്റെ അളവ് നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതൊരു ആവശ്യത്തിന് മാത്രമുള്ള മധുരമാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇവിടുന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പിടിച്ച് നോക്കുമ്പം ചെറിയൊരു പശപശപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യണം. അതുവരെ വേണം ഇത് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പശപശപ്പ് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോഴേക്കും അരിയുടെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അരി ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. അതിനായിട്ട് വെള്ള നനവൊന്നുമില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ തരിയായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. നല്ല ഫൈൻ പൗഡറുള്ള ചെറിയ തരികളുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ മാറ്റിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടി ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാതും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം.
ഇനി ഇതിലേക്ക് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂടില്ല, ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, ചെറിയൊരു ചൂട് വേണം. അപ്പോൾ അതായത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെച്ചും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഉണ്ടകളാക്കി ഉരുട്ടിയിട്ടെടുക്കാം. ഉണ്ടകളാക്കി ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ പിടിക്കണം കേട്ടോ, ഓരോ ഉരുളകളും. അപ്പോൾ അത് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ഉരുള ഇവിടെ റെഡി ആയിട്ടുണ്ട്, അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനൊന്ന് തയ്യാറാക്കി എടുക്കട്ടെ. അപ്പോൾ അരിയുണ്ട എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്ക് 10 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാൾ വരെയൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ അങ്ങ് കേടായി പോത്തില്ല. തേങ്ങയാണെങ്കിലും ഒക്കെ നമ്മൾ നന്നായിട്ട് വറുത്തിട്ടല്ലയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കപ്പലിൻ്റെയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഹാർഡൊന്നുമല്ല, സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നമ്മുടെ ചാനലിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. പലഹാരത്തിൻ്റെ തന്നെ പല പലഹാരത്തിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കയറി അതും കൂടി ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.